Ladies and gentlemen, welcome back to yet another video. We are continuing with part 3 of Mugundan Associates. ഇതായിരിക്കും last part. I think we are going to end with this video and we'll do the review of this movie. And this is, even without getting the review part, this is literally one of the best Malayalam movies. If not the best Malayalam movies, according to me. Okay? For me, what I look forward to is like very intelligent script, dark comedy, and this is exactly what that movie is giving me. Without further ado, നമുക്ക് തുടങ്ങാം. Let's go. This is like Death Note. This is like Catch Me If You Can. A combination of Death Note and Catch Me If You Can in Malayalam. പണി നടക്കുന്നുണ്ടെന്ന് അറിയിക്കുന്ന തരത്തിലുള്ള നൈറ്റ് റിഫ്ലക്ടറോ ബോർഡോ ഒന്നും സ്പോട്ടിലുണ്ടായിരുന്നില്ല. സ്ട്രീറ്റ് ലാമ്പും വർക്ക് ചെയ്തിരുന്നില്ല. മനസ്സിലാക്കി കൊടുത്തപ്പോൾ വേണു വക്കീലിൻ്റെ ജൂനിയറിൻ്റെ പേരിലുണ്ടായിരുന്ന സെക്യൂരിറ്റി കോൺട്രാക്ട് ആനിമേഡ എനിക്ക് അങ്ങ് എഴുതി തന്നു. പിന്നെ മാഡം എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഓഫീസിൽ കയറി ഇറങ്ങാൻ പറ്റില്ല. ഇനിയുള്ള ക്ലെയിംസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പ് ചെയ്യുള്ളൂ. പാസ്സാക്കി തരണം. ഉള്ളിലാ കൂടുതൽ, പുറത്താകെ എൻട്രൻസിലവിടെ എമർജൻസിലവിടെ മാത്രമേ ഉള്ളൂ. മീനാക്ഷിക്ക് CCTVയുടെ ആക്സസ് ഉണ്ടോ? എന്തിനാ? There's going to be some kind of trouble. ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് എന്തെങ്കിലും പ്രശ്നം വരാൻ പോണേ. ആ പ്രശ്നത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. എന്താണ് ആ പ്രശ്നം? ഓക്കെ, ഇവൻ പൊടിയാൻ പോവാണ്. വേണു വക്കീൽ പിടിച്ച ബ്രെയിൻ ഹെമറേജ് ഞാൻ പേര് ചെയ്തോട്ടെ. എന്തിന്? എല്ലാ കേസും നീയല്ല പേര് ചെയ്ത്, ഒരെണ്ണം ഞാനും പേര് ചെയ്യട്ടെ. കോർട്ടിൽ അപ്പിയർ ചെയ്യാൻ ഒരു വക്കീലിന് വേണ്ട മിനിമം ക്വാളിറ്റി എന്താണെന്ന് നിനക്കറിയാം. കേസ് വേണമെന്നുണ്ടെങ്കിലേ നീ ആദ്യം ഒരു വക്കീലിനെ പോലെ ഡ്രസ്സപ്പ് ചെയ്യാൻ പഠിക്കും. ഇഫ് യു വോണ്ട് റെസ്പെക്ട് യു മസ്റ്റ് ലുക്ക് റെസ്പെക്റ്റബിൾ. വായി നാട്ടാൻ സഹിക്കാൻ പറ്റുന്നില്ല റോബി. പല്ലെങ്കിലും മര്യാദയ്ക്ക് തേച്ചൂടെ. അങ്ങനെ തെറ്റില്ല. സെബാറ്റി ഡോക്ടറോ? സെബാറ്റി ഡോക്ടർ എന്തോ ഫിസ്റ്റലുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് ലോങ് ലീവില്ല. ഇത് മറ്റേ വിൻസൻ ഡോക്ടർ. അങ്ങേര് പറയണത് ആക്സിഡന്റ് അല്ലെന്നാ. നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ നോക്കിയാലോ? അതെങ്ങനെ ശരിയാവും? ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഒക്കെ ഇവിടുത്തെ അല്ലേ? ചുമ്മാ മണ്ടത്തരം പറയല റോബി. ഗുണാപ്പി തന്റെ മണപ്പള്ളി എൻ്റെ അടുത്ത് വർക്ക് ആവില്ല. സർജറി കഴിഞ്ഞ് റെസ്റ്റിലാ ഞാൻ. എനിക്കിതൊന്നും സമയമില്ല. ഓരോരോ മോഡലുകൾ കയറി വന്നോളൂ. എവിടെ ഇങ്ങനത്തെ തേർഡ് റേറ്റിലോ? ആൻഡ് യു നോ ദാറ്റ് വെൽ. ഡാഡി പ്ലീസ്. സെക്യൂരിറ്റി ICU പേഷ്യൻ്റെ അടുത്തൊന്ന് വക്കാലത്ത് പിടിച്ച് മേടിക്കുന്ന ഡോക്ടർ കണ്ടു. എന്ത് കോൺഫിഡൻസ് ഇല്ല ICUലേക്ക് ഒരു വക്കാലത്ത് മേടിക്കുന്നത്. ആ വക്കീലെവിടെ? ഹലോ സാർ, മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. ഓർമ്മയില്ലേ? താനോ? അതെ സാർ. ഹൗ ഡു യു ഡു? സുഖമായിരിക്കുന്നോ? വക്കീലേ, ഞാൻ ഈ ഹോസ്പിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത് ഇവന് വേണ്ടിയാ. വക്കാലത്ത് മേടിപ്പിക്കുന്ന പരിപാടി ഇന്നത്തോടെ അവസാനിപ്പിക്കണം. സാർ പറഞ്ഞത് കറക്റ്റാ. ഹോസ്പിറ്റൽ ഒരു റിസ്കി ബിസിനസ്സാ. പക്ഷേ ഇത്രയും റിസ്ക് ഉള്ളൊരു ബിസിനസ് സാറെന്തിനാ കണ്ടിന്യൂ ചെയ്യുന്നത്? സാറിൻ്റെ ഷെയർസൊക്കെ വിറ്റൂടെ? അല്ലെങ്കിലും ഹെൽത്ത് ഇൻഡസ്ട്രി സാറിൻ്റെ ഫീൽഡ് അല്ലല്ലോ. തന്റെ സെക്യൂരിറ്റി കോൺട്രാക്ട് എന്നാ അവസാനിക്കുക? അടുത്ത വർഷം മാർച്ച് 24. അടുത്ത മാസം നിർത്താം. ഇനി സെക്യൂരിറ്റി കോൺട്രാക്ട് പുറത്തേക്ക് കൊടുക്കുന്നില്ല. Nepotism. I'll fight this. ഡോക്ടർ ചൂടിലാണോ? മീനാക്ഷി ഈ ബുക്ക് റെഫർ ചെയ്തോ? എൻ്റെ കസിൻ റെഫർ ചെയ്താ. PSCയിലെ 101 ചോദ്യങ്ങൾ. ഇതായിരത്തൊന്നല്ലേ? 1001. ഇത് പഠിച്ചാൽ മതി, ക്രാക്ക് ചെയ്തിരിക്കും. മീനാക്ഷി ശരിക്കും PSC ടെസ്റ്റ് ക്രാക്ക് ചെയ്യണം. എൻ്റെ ഭാര്യയ്ക്ക് ജോലി വേണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. മീനാക്ഷി വീട്ടിലിരുന്ന് ചില്ല് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ. നമുക്ക് ഒരുമിച്ച് ചില്ല് ചെയ്തല്ലോ. That's an alpha move. What did she say, dude? തൗഫീഖിന്റെ കേസ് എന്തായി? ചേച്ചി ഇതൊന്നും നേരിട്ട് വരുമോ? എടി ഇതിൻ്റെ ന്യൂട്രി ശരിയല്ല. അതാ. അല്ല, വക്കീൽ എവിടെ? പുറത്തോട്ട് പോകുന്നതല്ലോ. എടി, ഫ്രോഡ് വക്കീലിനെക്കാളും നല്ലത് നമ്മുടെ വിൻസൻ ഡോക്ടറല്ലേ. കാശിൻ്റെ സ്വത്തിൻ്റെ കാര്യം വീട്ടിലല്ലേ ബാങ്ക് സെലക്ട് ചെയ്യുക. കല്യാണം എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ.
ചേച്ചി നോക്കിക്കോ, അടുത്ത 30 കൊല്ലത്തിനുള്ളിൽ വക്കീൽ ഇൻഡസ്ട്രി മൾട്ടിപ്ലൈ ആവും, ഗ്യാരണ്ടി. എന്തെങ്കിലും ചെയ്യും. അപ്പൊ ഇവിടെ വക്കീലിന്റെ മൈൻഡ് സെറ്റ് ആണല്ലേ ബേസിക്കലി. വിൻസെന്റ് ഡോക്ടറെ തോപ്പിക്കാനല്ലേ എന്നെ പ്രപ്പോസ് ചെയ്തേ? ഇവക്ക് കക്കാനും അറിയാം നിൽക്കാനും അറിയാം. അതെ, She has a good made for future. each other. എൻ്റെ സെലക്ഷൻ കൊള്ളാം. ജസ്റ്റ് ലൈക്ക് മൈ ഡെസിഷൻസ്. ഒരു വെടിക്ക് 2 പക്ഷേ അല്ലേ? എൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയിട്ടാണല്ലോ മീനാക്ഷി എന്നോട് യെസ് പറഞ്ഞു. അതെ, വക്കീൽ ഇപ്പൊ കളിക്കും. വൂണ്ട് സർട്ടിഫിക്കറ്റിന് അവക്കെല്ലാം അറിയാല്ലേ. ആവശ്യമായ So she's നമ്പർ 1 സെബാറ്റി ഡോക്ടറുടെ ലെറ്റർ പാഡ്. നമ്പർ 2 ഹോസ്പിറ്റൽ സീൽ. ലെറ്റർ പാഡ് ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് എടുക്കാം. ഹോസ്പിറ്റൽ സീൽ എന്ത് ചെയ്യും? ഉണ്ടാക്കാം. ഡോക്ടർ എന്തിനാ വക്കീലെ ഈ ചീള് കേസിന് ഇത്രയും വലിയ പണിയെടുക്കുന്നത്? നമ്മുടെ കള്ളസാക്ഷി ഏജന്റ് ഫെഡറിക്കിനോടൊന്ന് പറ. വിത്തിൻ 1 hour സീൽ റെഡി. ഇയാൾക്ക് ചത്തിട്ടും വിവരം വന്നില്ല മണ്ടൻ. അല്ലെങ്കിൽ വേണ്ട, പുറത്തെറിഞ്ഞ പ്രശ്നമാവും. വക്കീല് തന്നെ ഒരെണ്ണം ഉണ്ടാക്കുന്നത് നല്ലത്. ഒന്നും അല്ലെങ്കിൽ ഒരു കല പഠിക്കാലോ. റിഗ്രറ്റ് കൊണ്ടിട്ട് പോളിഷ് ചെയ്ത ഷൂ, പുതുപുത്തൻ ജെറ്റ് ബ്ലാക്ക് പാൻസ്, പ്രിസ്റ്റീൻ വൈറ്റ് ഷർട്ട്, ബിയർഡ് ക്ലീൻ ഷേവൺ ടു ദ ഡോട്ട്, മൈ ഗോഡ് ഹെയർ ജെൽ. മീശ എൻ്റെതുപോലെ തന്നെ, എൻ്റെതിനേക്കാൾ നല്ലത്. മൈ ഗോഡ്. തൗഫീഖിൻ്റെ വൂണ്ട് സർട്ടിഫിക്കറ്റ് അടക്കം, അതും മൾട്ടിപ്പിൾ ഫ്രാക്ചർ. He's good. I didn't even recognize him. പിന്നെ ഹോസ്പിറ്റൽ റെക്കോർഡ്, അത് നീ മീനാക്ഷിയോട് പറഞ്ഞു. ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ദിസ് ഇസ് ഡേഞ്ചറസ്. ദിസ് ഇസ് അൺഅക്സെപ്റ്റബിൾ. Oh. എടാ ഉണ്ണി, നീ കാണുന്ന പോലൊന്നുമല്ല കാര്യങ്ങൾ. നീ ആ ജ്യോതി വക്കീൽ ഒരുമിച്ചല്ലേ കിങ്ങാർ സാറിന് ജൂനിയറായത്? ഹൈക്കോടതിയിൽ MLA രേഷ്മ ജോർജിന് കേസ് അപ്പീൽ ചെയ്യുന്നത് ഈ ജ്യോതി വക്കീലാണ്. ഞാനൊരു വൂണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പാടുപെടുമ്പോൾ അവൾ ഹൈക്കോർട്ടിൽ വാദിക്കാൻ പോകുന്നു. അതും ഒരു ഹൈ പ്രൊഫൈൽ കേസ്. ടൈം ഫ്ലൈസ് മാൻ. ദിസ് ഇസ് നോട്ട് ഫെയർ. ബുധനാഴ്ച ഹൈക്കോടതി വാദം കേൾക്കുകയാണ്. അടുത്ത മാസം നടക്കുന്ന അസംബ്ലി We don't like another alpha. ഈ വിധി നിർണായകമാണ്. ഹൈക്കോർട്ട് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടാണോ പാർട്ടി കോഴിക്കോട് സൗത്തിലെ സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്യാത്തത്? ഇലക്ഷനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. കേസിനെ പറ്റി വക്കീലിന് എന്താ പറയാനുള്ളത്? സാറിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കേസിന് അപ്പിയർ ചെയ്തത്. പിന്നെ ഈ കേസിന് സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ സാറിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കേസ് എൻ്റെ കരിയറിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എല്ലാവരും അവരവരുടെ കരിയറിൽ വളർച്ച ആഗ്രഹിക്കില്ലേ? ശരിക്കും കൊണ്ട് വളർച്ച. ജ്യോതിയുടെ തലയിൽ വളർച്ച എന്നതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. എമറൽഡ് ടവേഴ്സിൽ ഗംഗാധരം വക്കീലിൻ്റെ ഓൾവേസ് ബെറ്റർ ദൻ യു, വിൽ ബി ബെറ്റർ ദൻ യു. ഒരു സ്പേസ് നോക്കുന്നുണ്ട്. ഇമോഷൻസ് 1.5 കോടി രൂപ വരും. 1.5 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ ആഗ്രഹിക്കുന്നിടത്ത് നീ എത്തുന്നതിന് മുമ്പ്. അഡ്വാൻസ് വിവാഹ മംഗളാശംസകൾ വക്കീലേ. തൗഫീഖിന്റെ കേസ് നാളെ വിളിക്കുകയോ? വിളിച്ചോ? OPMV 121/2022 തൗഫീഖ് അഹമ്മദ്, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ഓപ്പോസിറ്റ് പാർട്ടി ന്യൂ ലാൻഡ് ഇൻഷുറൻസ്, അഡ്വക്കേറ്റ് ജ്യോതി ലക്ഷ്മി. ഇവൾ ഈ കേസും വാദിക്കുന്നുണ്ടോ? ആർത്തിപ്പണ്ടാരം. പൊട്ടാൻ പോകുന്ന കേസ് വെറുതെ ഏറ്റുപിടിക്കണ വക്കീലെ. നിനക്ക് വക്കാലത്ത് തരാത്ത എല്ലാ കേസും പൊട്ടാറുണ്ടോ? ജയിക്കാൻ സാധ്യത കുറവായിരിക്കും. ബട്ട് ഐ ട്രൈ. എടുത്ത് കൈ കൊടുത്തോ? മീനാക്ഷി, പാവംകുട്ടി. No reaction. വക്കീലിൻ്റെ കല്യാണം ഫിക്സ് ചെയ്തല്ലേ? ഹാ അറേഞ്ച്ഡാ? അതെ. എന്തേ? ഞങ്ങളുടെ ലവ് മാരേജാ. ലിറ്ററലി കോമ്പറ്റീഷൻ. ഒരു പെണ്ണുകാണും പോണം. പിന്നെ ഇവനും ഉണ്ടോ? എന്താ നിനക്ക് മാത്രം കിട്ടാവോ? പെൺകുട്ടി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. മീനാക്ഷി വെറും റിസപ്ഷനിസ്റ്റ്, അവൻ്റെ പെണ്ണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ദിസ് ഇസ് പെയിൻഫുൾ. Oh, dude. സതീഷ് ഏട്ടാ, ആ ടോപ്പിക്കിന് കേസ് ഫയൽ ഒന്ന് തരൂ. ഇവളെന്താ ചെയ്യുന്നത്?
I know that look. ഈ മോക്യുറി ട്രോമ കെയറിലെ ഇതിന് മുന്നത്തെ ഏതെങ്കിലും ഫയലുണ്ടോ? Wound certificate. പെട്ട് ആക്ട് ഫാസ്റ്റ് ബ്രോ. കിട്ടിക്കഴിഞ്ഞാൽ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. ആ വക്കീല് ഫയല് ഊണഴിക്കട്ടെ. ജ്യോതി വക്കീല് ചേംബർ വരെ ഒന്ന് വരണം. I can't go wrong. വക്കീല് കഴിഞ്ഞ ഫയലോട് വെച്ചോ, ഞാൻ കഴിച്ചിട്ട് വരാം. എങ്ങോട്ടെങ്കിലും പോടോ. പോയോ? നീ എന്താ ഇത്? ഇത് നീ ഉണ്ടാക്കിയാണോ? This imbecile is getting on my nerves. അടുത്ത് ഫോർജറിയാ. വിളിച്ചാൽ പിന്നെ കരിയർ തീർന്നു. അറിയാടാ നാറി. വക്കീലെ സാറാ ഫയൽ ചോദിക്കുന്നുണ്ട്. I'm screwed. ജഡ്ജിന് മനസ്സിലായി. ഇനി എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇതിനെന്താ എക്സ്പ്ലനേഷൻ വക്കീലെ? എന്താ സാർ, എന്താ കുഴപ്പം? വക്കീലെന്താ പൊട്ടം കളിക്കുക? ഈ ഹോസ്പിറ്റൽ സീലിൻ്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. സാർ, ഇത് കക്ഷി എന്ന വൂണ്ട് സർട്ടിഫിക്കറ്റ് ആണ്, വേറൊന്നും എനിക്കറിയില്ല. ഈ സീലിലെ 2 പാമ്പുകളിൽ ഒരെണ്ണം എവിടെ പോയി? ഊണ് കഴിക്കാൻ പോയോ? 2 പാമ്പ്? I don't get this. ഇത് പുതിയ ലോഗോ, ഇത് പഴയത്. 2 ലോഗോ. ഹലോ, ഞാൻ ആ ലോഗോ മാറ്റാൻ പറഞ്ഞാണല്ലോ. വേറെ വല്ല ഡിസ്കൗണ്ടും കിട്ടുമോ? വിൻസെന്റ് ഡോക്ടർ പറഞ്ഞിട്ടാ പുതിയ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ. It's going to cost me my career. ഈ ലോഗോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ വെബ്സൈറ്റ് അപ് ടു ഡേറ്റ് ആണോ നോക്കണം. ശരിയാണ്. 7 കൊല്ലം തന്നെ പോലെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാനും ഈ സീറ്റിൽ കയറി ഇരിക്കുന്നത്. ഉണ്ടായ സീലും ഉണ്ടാക്കിയ സീലും കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. സർ പ്ലീസ്, ഈ സൺഡേ എൻ്റെ കല്യാണമാണ് സർ. കൺഗ്രാറ്റുലേഷൻസ്. അതിനു മുമ്പ് തൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കി തരാം. ഉണ്ണി, ഇത് ഈ ഒരു എക്സ്റ്റെൻഡ് വരെ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും. ഞാൻ ഇനി ഇതിൽ ഇൻവോൾവ് ആവില്ല. ജഡ്ജിയാണ് സാക്ഷി. ഓൾറെഡി നിനക്കെതിരെ എന്തായാലും കംപ്ലൈൻറ്റ് ഉണ്ടാവും. നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഉണ്ണി? മര്യാദ കുറേ ഞാൻ തന്നല്ലേ. ഇവൻ അതിര് കടക്കുന്നു. Don't let emotions control you, man. You gotta stay calm. That'll cost you. ആരാടാ? DSP. എടാ ആരാന്ന്? എടാ ആരാടാ? DSP ശ്രീറാം. പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി കൽപ്പറ്റയിലേക്ക് വന്ന റൈറ്റിയസ് പോലീസ് ഓഫീസർ. മോട്ടോർ വാഹന ഇൻഷുറൻസ് തട്ടിപ്പ് കേസിലെ അഭിഭാഷകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഡ്വക്കേറ്റ് ജോഷി അഗസ്റ്റിനെ DSP ശ്രീരാമിന്റെ ടീമാണ് കോടതി വളപ്പിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കോടതി വളപ്പിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ശുദ്ധ പോക്രിത്തരവും തെറ്റിത്തരവുമാണെന്ന് ബാർ അസോസിയേഷൻ സെക്രട്ടറി പ്രദീപ് കുമാർ. സ്വഭാവം തന്നെയല്ലേ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഈ സ്ഥലമാറ്റത്തിന് കാരണം? 65 ലക്ഷം രൂപയുടെ കള്ളക്കേസാണ് 6 മാസം കൊണ്ട് ഈ വക്കീൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിന്റെയും രജിസ്ട്രാറിന്റെ അനുവാദത്തോടെ തന്നെയാണ് ഈ അറസ്റ്റ് നടത്തിയത്. പിന്നെ ഇതുപോലെ തട്ടിപ്പ് നടത്തുന്നവർക്കെതിരായി ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായും ആക്ഷൻ എടുത്തിരിക്കും. ഇവന്റെ ചെറുപ്പത്തിൽ ഇവന്റെ അപ്പൻ ചത്തത് ആക്സിഡന്റിലായതുകൊണ്ട് ആക്സിഡന്റ് കേസസ് നിന്ന് കിട്ടുന്നത് ബ്ലഡ് മണിയാണെന്ന് വിശ്വസിക്കുന്ന ജ്യോതിയെ പോലെ മറ്റൊരു ഇമോഷണൽ ഫൂൾ. എന്തിനെക്കുറി ഇവൻ അമ്പലത്തിൽ പോയിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. ഈ കേസിൽ ഫേക്ക് വൂണ്ട് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തതിന്റെ പേരിൽ വക്കീലിനെതിരെ ഒരു കംപ്ലൈന്റ് ഇട്ടിട്ടുണ്ട്. വക്കീലൊന്നും പറയാനില്ലേ? Think. എന്ന് പറയാനാണോ? സെക്ഷൻ 464A, 464D, 466, 472. സംഘവേഷൻ സാറിന്റെ മൊഴിയോട് കിട്ടിയാൽ പിന്നെ വക്കീലിന്റെ അറസ്റ്റാ. Fettu. You need to do something, man. Think. അല്ല, വക്കീലിന്റെ കല്യാണമല്ലെന്നാ. He's planning to arrest me. എനിക്കതൊന്നും ഇപ്പൊ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. She is disappointed. But I'll cater to her needs later. Now I have my needs. My God.
ഓൺ സർട്ടിഫിക്കറ്റ് മാറ്റി വെച്ചോണ്ട് കാര്യമുണ്ടോ? സംഘമേശ്വര സാറ് കണ്ടല്ലേ? അല്ല, തൊണ്ടില്ലാതെ വന്നു കഴിഞ്ഞാൽ കേസ് നിൽക്കല്ലോ സതീശ. ജഡ്ജി സാക്ഷിയായ കേസാണ്. ഇതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വക്കീലെ. സതീഷ് ഒന്ന് ട്രൈ. മുകുന്ദൻ, നിങ്ങളൊരു വക്കീലല്ലേ? ഇതിന്റെ സീരിയസ്നെസ് ഞാൻ പറഞ്ഞിട്ട് വേണോ മനസ്സിലാവാൻ? വേറെ ഓപ്ഷൻസ് ഇല്ല മാൻ, യു ഗോട്ട് ട്രൈ. വക്കീലെ, ഹാപ്പി മാരീഡ് ലൈഫ്. എന്നെ വിളിച്ചില്ലല്ലോ അല്ലേ? എനിക്ക് നല്ല സങ്കടമായി. പണി വരുന്നുണ്ടോ? വരാം, ഞാൻ ഉണ്ടാക്കാം. ഓ Dude, what the hell? വക്കീലെ, നമ്മുടെ ഫേക്ക് വുണ്ട് സർട്ടിഫിക്കറ്റ് കേസിൽ എൻക്വയറിക്ക് ഓർഡർ ആയിട്ടുണ്ട്. ജഡ്ജി ഇൻവോൾവ് ആയ കേസല്ലേ? DSP ശ്രീറാം സാർ നേരിട്ട അന്വേഷണം. എഫ് മനുഷ്യനാ, ഒരു ഇളവും പ്രതീക്ഷിക്കണ്ട. ലേറ്റസ്റ്റ് ന്യൂസ് ആണല്ലോ. അറസ്റ്റ് കൂടി കഴിഞ്ഞിട്ട് അറിയിച്ചാൽ മതിയായിരുന്നു. വക്കീലിനെ പൊക്കിയാ ഞാനും പെടും. അങ്ങനെ എങ്ങാനും സംഭവിച്ച പാടത്ത് തളിക്കാൻ വെച്ച പനാമറെടുത്ത് ഞാൻ എന്റെ ജീവൻ എടുക്കും. ഇയാൾ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാ പോരെ? സ്ലീപ്പിംഗ് പിൽസ്, പെയിൻലെസ് ഡെത്ത്, സുഖമാണ്. ഓർമ്മയുണ്ടല്ലോ, എന്തിനാ വാഹുവാണല്ലോ. അതിനേക്കാൾ നന്നായിട്ടുണ്ട്. ഹണിമൂണ് പോകാൻ പറ്റിയ വേഷം. ഒന്ന് വയസ്സായിട്ട് മാറും വക്കീലെ, ബസ്സിന്റെ സമയമായി. ചാവണം ഇമ്മീഡിയറ്റ്ലി. എങ്ങോട്ടാ? വെള്ളം മേടിക്കാം ചേട്ടാ. എസ്റ്റാസോലാം 10 ടാബ്ലറ്റ്. സ്ലീപ്പിംഗ് പിൽസോ? അതെന്റെ ഐഡിയ അല്ലേ? You're a hallucination, dude. ചാകാൻ വേറൊരു വഴി കണ്ടുപിടിക്കണം. ഫീസ് അടയ്ക്കുന്ന ഞാൻ ഓണറായിട്ട് സംസാരിച്ചു. നെക്സ്റ്റ് മന്ത് എഗ്രിമെന്റ് സൈൻ ചെയ്ത 1 crore മൊബൈൽ റെഡിയാണ്. ചേട്ടാ ഞാനത് വിട്ടു. അല്ല, എമൗണ്ട് ആണോ പ്രശ്നം? എന്നാലും എന്തിനാ വക്കീലെ ഈ പാവങ്ങളെ കൂടെ കുരുതി കൊടുക്കുന്നത്? ചുമ്മാ ഒറ്റയ്ക്ക് എത്താ പോരെ? സൗകര്യമല്ല. കൊള്ളാം. ഇത് ഒരു മയമില്ലല്ലോ മൊറാലിറ്റിയുടെ ഇഷ്യൂസിൽ. തുറന്നടിച്ചെന്ന് പറയാണ്. ഐ ഡിഡ് നോട്ട് എക്സ്പെക്ട് ടു ഗോ ദിസ് ഫാർ മാൻ. നേരത്തെ പ്ലാൻ ചെയ്ത പോലെ 5 days ആക്കായിരുന്നല്ലോ ട്രിപ്പ്. ഇതിപ്പോൾ 2 ദിവസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീർന്നു. ഓയ്, പറയുന്ന വല്ലം 5 days മതി. മഴക്കാല കേസിൻ്റെ അയ്യര് കളിയായിരിക്കും. ഇപ്പം അധികം മാറി നിൽക്കണ്ട. ഇനി എന്ത് മാറി നിൽക്കാൻ? വി ആർ ഓൾ ഡെഡ് മീനാക്ഷി. സംഘമേശ്വര സാറിനെ സസ്പെൻഡ് ചെയ്തു. സാറ് CJM ആയിരുന്നപ്പോ XMLA രേഷ്മ ജോർജിനെതിരെ വിധിച്ച കേസിലെ ആ ഓർഡർ ഫ്രെയിംഡാ. കുറച്ചു മുമ്പേ MLA പരാതിയിൽ രജിസ്ട്രാർ വന്ന് സാറിന്റെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോ ഒരേ ഓർഡറിന്റെ 2 ഡ്രാഫ്റ്റ്. ഒന്നില് MLA കൺവിക്റ്റഡ്, മറ്റേ നേരെ തിരിച്ചു. ലാപ്ടോപ്പിൽ ഓർഡറിന്റെ 2 കോപ്പി ക്രിയേറ്റ് ചെയ്യാം. ഒന്നിൽ MLA കുറ്റക്കാരി, മറ്റതിൽ നിരപരാധി. സാറിന്റെ പൊളിറ്റിക്കൽ ലാപ്ടോപ്പ് എന്ന് കിട്ടിയ സാറ് കണ്ടോ? കണ്ടോ? അയ്യോ പാവല്ലേ. ബ്യൂട്ടിഫുൾ. മഴ, അറസ്റ്റ്, സംഗമേശ്വരൻ സാർ, അന്തസ്. ദാറ്റ് മീൻസ് സംഗമേശ്വരൻ സാറിന്റെ മൊഴിക്ക് 0 വാല്യൂ. ഐ ആം ഫ്രീ. വക്കീലെ, എന്റെ ഡൗട്ട് ഇതിന്റെ പുറകിൽ MLA കളിയുണ്ടെന്നാ. സംഘമേശ്വര സാർ എക്സ്ട്രാ ഡീസന്റാ. സതീഷ, ഞാൻ തന്ന തൗഫീഖിന്റെ വൂണ്ട് സർട്ടിഫിക്കറ്റ് നീ മാറ്റി ഫയൽ ചെയ്തേക്ക് ഇപ്പൊ തന്നെ. ആർ സംഗമേശ്വരന്റെ അറസ്റ്റിനെ കുറിച്ചുള്ള ജോർജ് ഇല്ലിക്കലിന്റെ പ്രതികരണത്തിലേക്ക്. മാനസികമായ സമ്മർദ്ദങ്ങൾ അനുഭവിച്ച സമയമായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ. തെറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾക്കുള്ള വിശ്വാസം ഈ രാജ്യത്തെ ജുഡീഷ്യറിലായിരുന്നു. ജുഡീഷ്യറിയിലുള്ള അദ്ദേഹത്തിന്റെ അഖണ്ഡമായ വിശ്വാസം മുൻപ് ഇതേ ജഡ്ജി കുപ്പി
സ്ലീപ്പിംഗ് പിൽസ് കുടിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചത്തു. ഞാൻ പോട്ടെ. ഞാനിതെവിടെയാ? സ്വർഗത്തിലോ അതോ നരകത്തിലോ? അപ്പൂപ്പ ഐ എം സോറി. കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കയ്യോ കാലോ കത്തിപ്പോകുന്നേ പ്രതീക്ഷിച്ചുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, ഞാനും ചത്തു. ഇപ്പൊ ഞാൻ ചത്തില്ലല്ലേ? ഐ എം ബാക്ക്. വീണ്ടും ഭൂലോകം. ടൂറിസ്റ്റ് ബസ് ആക്സിഡന്റ്. ഒരു സ്പേസ് നോക്കുന്നുണ്ട്. 1.5 കോടി രൂപ വരും. നെക്സ്റ്റ് മന്ത് എഗ്രിമെന്റ് സൈൻ ചെയ്ത 1 crore മൊബൈൽ റെഡിയാ. മൈ മാഗ്നിഫിഷ്യന്റ് റിസറക്ഷൻ. ഹലോ, സർ, തൗഫീഖിന്റെ കേസിൽ ഞാൻ സബ്മിറ്റ് ചെയ്ത വൂണ്ട് സർട്ടിഫിക്കറ്റ് KPNലെ ഡോക്ടർ രഘുവിൻ്റെയാണ്. അതെനിക്ക് തന്നത് അഡ്വക്കേറ്റ് റോബിനാണ്. റോബിൻ താഴത്ത്. താൻ പഴയ വൂണ്ട് സർട്ടിഫിക്കറ്റ് മാറ്റി പുതിയ വെച്ചു അല്ലേ? വക്കീലേ, സംഗമേഷൻ സാറിന്റെ മൊഴി രജിസ്റ്റർ ചെയ്താ പിന്നെ എല്ലാം കഴിഞ്ഞു. സർ, ജഡ്ജ്മെന്റ് ഫേക്ക് ചെയ്യുകയും ചെയ്ത് എൻക്വയറി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മൊഴിക്ക് എന്ത് വാല്യൂ ഉള്ളത്? റെലവൻറ്റ്. ഇൻഷുറൻസ് കമ്പനി ഫ്യൂച്ചർ അസറ്റ്സ് ആയിട്ട് കാണുന്നത് സ്റ്റുഡൻസിനെയാണ്. നല്ല ക്ലെയിം എമൗണ്ട് കിട്ടും. ഓണർക്ക് അടുത്ത മാസം എഗ്രിമെന്റ് വേണമെന്ന് പറഞ്ഞല്ലേ? റെഡിയാന്ന് പറഞ്ഞേക്ക്. ഒരു 2-2.5 കോടിയുടെ മുതലുണ്ടാവും അല്ലേ? മീനാക്ഷി ഈസ് റൈറ്റ്. 30 പിള്ളേരുടെ വക്കാലത്ത് കിട്ടിയ മിനിമം 2.5 കോടി സെറ്റിൽമെന്റ് കിട്ടും. അതിൽ എൻ്റെ ഷെയർ 1 കോടി വെച്ച് എമറൽഡ് ടവേഴ്സിൽ ഓഫീസ്. പക്ഷേ 30 വക്കാലത്ത് കിട്ടണമെങ്കിൽ എല്ലാം കേസുണ്ടോ? അതില്ല, പക്ഷെ 1-2 പിള്ളേരുടെ കണ്ടീഷൻ ക്രിട്ടിക്കലാണ്. എല്ലാ പിള്ളേരും ആയോ? പിന്നെ 31 എത്തിച്ചിട്ടുണ്ട്. ആംബുലൻസുകളോ? നമ്മുടെ ആംബുലൻസ് പാർക്കിങ്ങിലുണ്ട്. ബാക്കിയൊക്കെ ജിയോ സർവീസിന്റെ ആംബുലൻസ്. അത് എമർജൻസി വരും. കാഷ്വാലിറ്റീസ് ഓവർഫ്ലോയിങ്. സീരിയസ് ആയ പേഷ്യൻസിന് മറ്റു ഹോസ്പിറ്റൽസിലേക്ക് മാറ്റാൻ ചാൻസ് ഉണ്ട്. ഇവിടുത്തെ ഒരു പേഷ്യൻറ്റിനെ പോലും വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകില്ല. കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. 31 വക്കാലത്തും വെട്ടിച്ചിരിക്കും. I not know why he did that. I'm gonna find what he said. This is such a completely different level, man. റോബിൻ വിളിക്കുന്നു. കട്ട് ചെയ്യാം. ഗോൾഡ്. അറബിയിൽ എന്തോ എഴുതി വച്ചിരിക്കുന്നു. ഗോൾഡ് മതി. ബിക്കോസ് ഐ എം എ ഗോൾഡൻ ബോയ്.
നൈസ്. എന്നെ പോലെ ഞാൻ മാത്രമേ. ബാക്കപ്പ് എത്ര നേരം കിട്ടും? സർ മാക്സിമം ഒരു 20-25 മിനിറ്റ് കിട്ടും. ഹലോ സാർ, സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് എടുക്കുന്നില്ല സാർ. ഇവിടെ ടോട്ടലി പ്രശ്നമാണ്. സിസ്റ്റർ ചെറിയ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? ഡോക്ടർ കണ്ടീഷൻ ക്രിട്ടിക്കലാണ്. പിന്നെ പവർ ബാക്കപ്പ് ഒട്ടുമില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. അവർ പവർ യൂണിറ്റ് അയക്കുന്നുണ്ട്. സിസ്റ്റർ ഒന്നുകൊണ്ട് പറയണ്ട. അതിൽ 22 പേരോ? ഓ, വണ്ടിയിൽ 31 പേരുണ്ടായിരുന്നല്ലേ? ഇവിടുത്തെ അംഗം വിട്ട് വക്കീലിനെ അറിഞ്ഞൂടെ? ഇതേപ്പോ കുറെ എണ്ണത്തിന് ഇതേപ്പോ ആംബുലൻസ് സ്റ്റാർട്ട് ആവില്ല എന്നാ പറയുന്നത്. വേറെ കാറിലൊക്കെ ഇട്ട് ഏതോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 3 എണ്ണം വേണ്ട, ഒരെണ്ണം മതി. ബാക്കപ്പ് കുറച്ചുകൂടി കിട്ടും. അറ്റ്ലീസ്റ്റ് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പിള്ളേരുടെ വക്കാലത്തോ? അതൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും വക്കീല്. എങ്ങോട്ട്? ക്രിട്ടിക്കലായിട്ടുള്ളവരെ ജനറലിലോട്ടും KPLോട്ടുമാണ് മാറ്റിയേക്കുന്നത്. ഇത് ടൂറിന് പോയ കുട്ടികളെല്ലാവരും ലിസ്റ്റുകളുണ്ട്. എൻകറേജ് ചെയ്തേക്കാം. ഐ ലവ് യു. ലവ് യു ടു. ലിസ്റ്റിലുള്ള എല്ലാ പിള്ളേരെയും വിളിച്ച് ഐറി, ആക്സിഡന്റ് കേസ് ആകുമ്പോൾ സാധാരണ ഇവിടെ ഒരു വക്കാലത്ത് ഫയൽ ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാ. തൻവി, തൻവിയുടെ ഫാദറാണോ? സാർ, ഇത് മെർക്കുറി ഹോസ്പിറ്റലിനാ. ശബരികുമാർ, സുന്ദരമ്പാൾ, തമിഴാ നീങ്ക? ഹലോ, മൾട്ടിപ്പിളും കൂടെ ഉണ്ടെങ്കിൽ 6 ലക്ഷം. സാർ, ഇത് ഇൻഷുറൻസ് ക്ലെയിമാണ്, മത്തി കച്ചവടം അല്ല. അപ്പം 6 ലാക്ക്. കൺഫേം ആണ് 5 ലാക്സ്. ടോട്ടൽ 31 പേരല്ലേ? ഇത് 30 അല്ലേ ഉള്ളൂ? സോറി വക്കീലെ, എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ആ ലിസ്റ്റിലൊരു കുട്ടിയുടെ പേര് മിസ്സിംഗ് ആണ്. ചെറി ജോസഫ്. ആൾ ലാസ്റ്റ് മിനിറ്റാണ് ട്രിപ്പിൽ ജോയിൻ ചെയ്തത്. അതുകൊണ്ടാണ് മീനാക്ഷി ഈസ് ബീങ് വെരി കെയർലെസ്. ഞാൻ വെറുതെ എൻകറേജ് ചെയ്തു. ഇനി ആ ഒരു വക്കാലത്ത് എങ്ങനെ ഒപ്പിക്കും? ഇവിടെ എന്തായാലും ജോർജ് സാറൊക്കെ പോകുന്നുണ്ട്. ബാക്കി പുള്ളി വന്നിട്ട് ഡീൽ ചെയ്തോളൂ. വക്കീലേ, എല്ലാവരോടും പറയണം, എല്ലാവരും അറിയണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ. ഹലോ, ചക്രഭൂമി ന്യൂസിൻ്റെ ഓഫീസല്ലേ? ഇനി ആഘോഷത്തിൻ്റെ ദിനങ്ങൾ. ഇറ്റ്സ് പാർട്ടി ടൈം. ജനറൽ ഹോസ്പിറ്റലിലേക്ക് എടുത്തു. പോയിട്ട് വക്കാലത്ത് വാങ്ങിച്ചാലോ? വീട്ടിൽ പോയിട്ട് എൻ്റെ കാർ എടുത്തിട്ടാ. ഓക്കെ, ഡൺ. മീഡിയ വാൻ രാവിലെ 4 മണിക്ക് വിളിച്ചിട്ട് ഇപ്പോഴാണ് വരുന്നത്. Why does it have music like this? പ്രശ്നമല്ല, അടുത്ത മാസം ഇലക്ഷനാ. ഹോസ്പിറ്റലിൽ പണിയാവും ഞാൻ അന്നേ പറഞ്ഞോ. ഞാനും അന്നേ പറഞ്ഞതല്ലേ, കേട്ടില്ല. അനുഭവിച്ചോ? നന്നായി അനുഭവിച്ചോ? ഇയാളല്ലേ ഉണ്ടാക്കി വെച്ചെന്ന് അനുഭവിച്ചു. ഓ നോ, വാട്ട് ഈസ് ഹി അപ് ടു? വക്കീലെ മറ്റേ ഓക്കെ അല്ലേ? ആ മരം വീണിട്ടാണോ സാറേ ഇവിടുത്തെ പവർ പോയത്? ആന്നേ, നല്ല ഫൈൻ മരം. ആരോ വെട്ടിയ പാടുണ്ട്. പിന്നെ ഇതൊരു പൊളിറ്റിക്കൽ പ്ലേ അല്ലേ? ജോർജ് സാർ ഫ്രീ ആയ കാര്യം പറയായിരുന്നു. അത് വേണോ സാർ? ഒറ്റ പാർട്ടിക്കാരെങ്ങാനും ജയിച്ചാ റിപ്പോർട്ട് കൊടുത്ത സാറിനോടുള്ള റിവെഞ്ചിൽ അവർ തൗഫീഖിന്റെ കേസ് കൊടുത്തു. സാറും പെടും, ഞാനും പെടും. പിന്നെ സാറേ, ആ പാടത്ത് കളി എനിക്ക് സ്പെഷ്യൽ തിരുത്തുണ്ട്. സാർ, ഒരു കുട്ടി മരിച്ചിട്ട് സാർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു എന്നാണോ പറയുന്നത്? സാറിനെ പോലെ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾ എങ്ങനെയാണ് സാറിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യുക? ബിനീഷേ, ഇതും ഇലക്ഷനും തമ്മിൽ എന്തിനാ വെറുതെ കണക്ട് ചെയ്യുന്നത്? സാർ ബോർഡ് മെമ്പർ ആയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ ഇൻഎഫിഷ്യൻസി കാരണമാണ് ഈ കുട്ടി മരിച്ചത്. സാറിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളിടത്തോളം കാലം ഈ ഹോസ്പിറ്റലിനെതിരെ ഒരു അന്വേഷണവും നടക്കില്ല. ഞാൻ ഈ നാടിന് നിരക്കാത്തായിട്ട് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യില്ല. വരില്ല. നെക്സ്റ്റ് വീക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ആ താടിക്കാരനെ പോലെയല്ല, ഇവർക്ക് ബുദ്ധിയുണ്ട്. ഹെൽത്ത് ഇൻഡസ്ട്രി ഇവരുടെ ഫീൽഡല്ലാന്ന് ഇവർക്കറിയാം. ഷീ ഈസ് എ ട്രൂ പൊളിറ്റീഷ്യൻ. മീനാക്ഷിയെ ഇവരുടെ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരണം. He reminds me of Professor from Money Heist. He does this all the time. എന്തായി, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? ഇല്ല. വക്കീലെ, ഇവിടെ വെച്ച് ചോദിക്കണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒപ്പിട്ടോ? ഇല്ല. എന്നാ പിന്നെ വക്കീൽ വിട്ടോ, വക്കാലത്ത് ഞാൻ വാങ്ങിച്ചിട്ട് വരാം. നല്ല ദേഷ്യത്തിലാണ്. അണ്ടർസ്റ്റാൻഡബിൾ. I'll calm him down. എന്തായി പെണ്ണ് കാണല്ലേ? തൗഫീഖിന്റെ കേസ് ആക്സിഡന്റ് ആക്കിയത് ഞാൻ പറഞ്ഞിട്ടാണോ? DSP വിളിച്ചോ? ടോബി, നീ ഒരു വക്കീലല്ലേ? കണ്ട പോലീസുകാരൊക്കെ പറയുന്ന അടിച്ചോ? ഞാനൊരു വക്കീലായോണ്ട് തന്നെ നീ അത് പറയുമെന്ന് എനിക്കറിയാം.
ഞാൻ പറയും DSPയോട്. എന്ത്? 30 ഊൺ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഉണ്ടാക്കിയെന്ന്. പാതി കുറച്ച് കൂടുതലല്ലേ റോബി? ഒരു ഷെയർ തരാം. എത്ര? 1/3. 1/3. ഓക്കെ, എൻ്റെ ഷെയർ ഫുൾ ക്യാഷ് ആയിട്ട് വേണം. റെഡിയാക്കാം. എന്തായി പെണ്ണ് കാണല്? ആളുകളേ ഉള്ളൂ. ചൂഷണം ചെയ്യുന്നവരും ചൂഷണം ചെയ്യപ്പെടുന്നവരും. ഇതിൽ ആദ്യത്തെ കാറ്റഗറി ആവാൻ നീ ശ്രമിക്കണ്ട. നിന്നെ കൊണ്ടതാവില്ല. Oh, airbag. He did not wear seatbelt as well. Oh yeah, yes. Dude, he's good. അത് തന്നെയാണ് അതിൻ്റെ ഒരു മര്യാദ. My God. I deserve a good life with lots of happiness. Lots. പുതിയ ഓഫീസ് ഇനോഗ്രേഷൻ എന്നെ വിളിച്ചില്ലല്ലോ അല്ലേ? ഫ്രീ ആണെങ്കിൽ വാ. ക്ലെയിം ഓർഡർ പാസ്സായിട്ടുണ്ട്. പിള്ളേരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തേക്ക്. വേറെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത്. ഓക്കെ? അടുത്ത പ്രശ്നം. എത്ര കോടി രൂപയുടെ കേസാ വക്കീലേ? 2,58,00,000. ഇൻഷുറൻസ് മാനേജർ നല്ല സ്ത്രീ ആയതുകൊണ്ട് ക്ലെയിം ഓർഡർ പെട്ടെന്ന് പാസ്സായി കിട്ടി. നിനക്കെതിരെ കേസ് കൊടുത്ത ജഡ്ജ് ഇപ്പോൾ സസ്പെൻഷനിലാണ്. ജഡ്ജ് പിടിച്ച ഫേക്ക് ഫോൺ സർട്ടിഫിക്കറ്റോ കോർട്ടിൽ ഇപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റോ. ഇതിനെല്ലാം ലിങ്ക് ചെയ്യുന്ന റോബിൻ ബ്രെയിൻ ഡെഡ്. റോബിൻ്റെ ആക്സിഡൻറ്റ് നീ ക്രിയേറ്റ് ചെയ്തല്ലേ? മഴക്കാലമല്ലേ സാറേ? ഒരു പട്ടി വട്ടം ചാടിയപ്പോൾ ബ്രേക്ക് ഇട്ടാ വണ്ടി കയ്യിൽ നിന്ന് പാളി. ലോക്കപ്പിൽ കിടന്ന് ചത്തരണം. DSP ശ്രീരാമന് വീണ് ബ്രെയിൻ ഡെഡായിരുന്ന റോബിനിപ്പോൾ ഫുള്ളി ഡെഡായി. എനിക്കെതിരെ നിന്ന സംഗമേശ്വരൻ സാർ പണിമെടുത്ത് രാജിവെച്ചു. അഡ്വക്കേറ്റ് ജ്യോതിലക്ഷ്മി കേസും തോറ്റു, കല്യാണവും മുടങ്ങി. അല്ല, മുടക്കി. മുകുന്ദൻ സാറിനെ കണ്ടില്ല? വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ഹാപ്പി അല്ലേ? അങ്ങനെ ഇൻവിറ്റേഷൻ ജ്യോതിക്കും കൊടുത്തു. അവളായതുകൊണ്ട് വന്നു. ഉളുപ്പില്ല. ഈ റെസ്റ്റ് റൂം എവിടെയാ? സ്കൂട്ടറിൻ്റെ ടയർ മാറ്റാനായി. വക്കീലിനൊരു കാർ എടുത്തൂടെ? എല്ലാവരും ഉണ്ണിയെ പോലെ അല്ലല്ലോ. ഹോസ്പിറ്റലിൻ്റെ ഷെയർസ് എനിക്ക് എഴുതി തന്നു. A leader is the one who knows the way, goes the way and shows the way. She is a true leader. I think I love her. ഇവനെ പോലുള്ളവരൊന്നും വളർത്തരുത്. എന്തിനാ പ്രത്യേകിച്ച് വളർത്തുന്നത്? സക്സസ്ഫുൾ ആയ ആളുകളെ വക്കീൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൊളിറ്റീഷ്യൻസ്, ബിസിനസ്മെൻ, വേൾഡ് ലീഡേഴ്സ്, അവരൊക്കെ ആ പൊസിഷനിലെത്തിയത് ഈ ഹാർഡ് വർക്കും പെർസിവറൻസും ഡെഡിക്കേഷനും കൊണ്ട് മാത്രമാണെന്ന് വക്കീലിന് തോന്നുന്നുണ്ടോ? അതൊക്കെ ഈ മോട്ടിവേഷൻ ബുക്സ് വിൽക്കാനുണ്ടാക്കിയ പൈങ്കിളി തിയറീസ് അല്ലേ വക്കീലെ? മീനാക്ഷി, തെറ്റ് ആര് ചെയ്തു? തിരിഞ്ഞിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സമാധാനിക്കാമല്ലോ. എൻ്റെ പേര് മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. ഇപ്പോൾ വയസ്സ് 30. സ്വന്തമായിട്ടൊരു അത് വേണ്ട വക്കീലേ. അങ്ങനെ വന്നാൽ പിന്നെ വക്കീല് പറയുന്നത് ഞാൻ കേൾക്കേണ്ടി വരും. അത് ശരിയാവില്ല. ഡോക്ടർ, വെൽക്കം ടു മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. എന്താടാ ഇത്? My God. What is this movie, man? If I'm not wrong, even if we consider things like Death Note or Catch Me If You Can, it never went as far as this movie. This is the best Malayalam movie I've ever seen. I don't believe in comment things like that, but I won't do morally things like such immoral things because I believe it's not right. I don't know if it's like a social obligation, right?
if there were no rules, there's this movie called Purge. One day you can do anything that you want. If there were no laws and anything, no civilization, then if we could do anything we wanted, it would probably be survival of the fittest, right? The ones who have power will take over. So it's kind of the whole idea of morality is there because we are a civilization. It's like socially more acceptable. We don't have morality in Animal Kingdom. It's more of survival of the fittest over there. Yeah, it's kind of like most of the things are morally grey. What we do, there's like, is there an inherently good or a bad thing? We don't know, do we? I'm not much of a believer of God. I'm a skeptic, right? So I don't think there's like a source of truth. It's all objective. We all say that we are like kind of good people, but we still have, most of us do have animal cruelty, right? We eat meat and we don't care about what the animals are going through. They also have consciousness. So നമ്മുടെ morality is always grey. It's നമ്മുടെ ചില കാര്യങ്ങളിൽ we might be very moral and ചില കാര്യങ്ങളിൽ we are completely immoral. So ladies and gentlemen, that was Mugadinoni Associates. അടിപൊളി മൂവി, അടിപൊളി റെക്കമെൻഡേഷൻ. ദിസ് വാസ് റെക്കമെൻഡഡ് ടു മീ ബൈ മൈ കൊളീഗ് അഭിജിത്ത് ഉണ്ണികൃഷ്ണൻ. പുള്ളിക്കാരൻ്റെ പേരിൽ ഉണ്ണിയുണ്ട്. ഈ ഉണ്ണി തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് അറിയണം. Okay, so thank you so much for this recommendation, and I've spent very less time watching movies, and when I get to watch movies I really wish like they're the really good ones. So shout out to Abhijit, thank you so much. And you guys can also recommend me movies. നിങ്ങൾക്ക് recommend ഉണ്ടെങ്കിൽ put them down in the comment section below. I'll definitely check it out. We'll be doing Bollywood and Malayalam movies primarily on this channel, so it would be, if it is one of those categories, and it would be great, and I'll definitely check them out. Okay, if there's another video, let me know and I'll see you in that reaction. So until I see you guys next video, good night and goodbye.